ഹലോ എവ്രി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റ്സിലെ MCQ സെഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളത്. 1206, അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 1206 1526 വരെയുള്ള ഒരു വലിയ ഡയനാസ്റ്റിയാണ് ഈ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് ഡയനാസ്റ്റികൾ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ MCQവിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് മാംലുക് ഡയനാസ്റ്റി എന്ന് പറയുന്ന ഡയനാസ്റ്റിയാണ്. സ്ലീം ഡയനാസ്റ്റി, ഇൽബാരി ഡയനാസ്റ്റി, യാമിനി ഡയനാസ്റ്റി എന്നൊക്കെ പേരുകളുള്ള ഡയനാസ്റ്റിയാണ് ഈ മാംലുക് ഡയനാസ്റ്റി. ഈ ഡയനാസ്റ്റി 1206 മുതൽ 1290 വരെയാണ്. പിന്നീട് ഖിൽജി ഡയനാസ്റ്റി വരുന്നുണ്ട്. പിന്നെ സെയ്ദ്, ലോധി, ഇങ്ങനെ ഇഷ്ടംമാതിരി ഡയനാസ്റ്റികൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. അപ്പം ഓരോ ഡയനാസ്റ്റീസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിന് ഒരു ഡയനാസ്റ്റിയിൽ ഏത് സുൽത്താനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ പഠിക്കുമ്പോൾ ആ സുൽത്താന് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കാൻ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ PYQs ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അത് ഏത് ടോപ്പിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ നന്നായി ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. അത് നമ്മളിപ്പം മുക്കളെമ്പയർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്സ് ഇട്ട് പഠിച്ചു, ദെൻ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം എപ്രകാരമാണോ ബാബർ ഇന്ത്യയിലേക്ക് ഇൻവേർഡ് ചെയ്തത് 1526 അതാ ഇവിടെ ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്ന ഈ 1526. സത്യത്തിൽ ബാബറിൻ്റെ വരവോട് കൂടി അവസാനിച്ച ഒരു സുൽത്താനേറ്റാണ് ഈ ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ എപ്രകാരമാണോ ബാബർ ഇന്ത്യയെ ഇൻവേർഡ് ചെയ്യുന്നത്, അതുപോലെ എക്സാമിനേഷനിലേക്കുള്ള ഇൻവാൻഷനാണ് അല്ലെങ്കിൽ ടോപ്പിക്കുകളിലേക്കുള്ള ഒരു ഇൻവാൻഷനാണ് എന്ത് ഈ പറയുന്ന PYQ സെഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 1206 മുതൽ 1526 വരെയുള്ള സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സത്യത്തിൽ 1206 ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഇടയുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ തരൈൻ യുദ്ധമാണ്. ഒന്നാമത്തെ തരൈൻ യുദ്ധം എന്ന് പറയുന്നത് 1191. ഇതാണ് ഒന്നാമത്തെ തരൈൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ തരൈൻ യുദ്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന 1191 പഠിക്കാൻ എളുപ്പമാണ്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിക്കുറിച്ച യുദ്ധത്തിൽ ഒന്നാണ് ഈ തരൈൻ യുദ്ധം എന്ന് പറയുന്നത്. നമ്മൾ തരൈൻ യുദ്ധമായാലും ഇനി പാനിപ്പട്ട് യുദ്ധം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പാനിപ്പട്ട് യുദ്ധം നടത്തിയത് ബാബറാണ് ആണല്ലോ. അതായത് ഡൽഹി സുൽത്താനേറ്റുകൾക്ക് അവസാനം കുറിച്ച യുദ്ധമാണ് പാനിപ്പട്ട് യുദ്ധം. ഇനി നമ്മൾ മഹാഭാരതത്തിലൊക്കെ പറയുന്ന കുരുക്ഷേത്ര യുദ്ധം, ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയിലെ ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒന്നാമത്തെ തരൈൻ യുദ്ധത്തിൽ പങ്കെടുത്തത് മുഹമ്മദ് ഗോരി എന്ന് പറയുന്ന ഒരു നേതാവാണ്. ഇദ്ദേഹം ഒരു അഫ്ഗാനിയാണ്. സാധാരണ ഇതിനു മുമ്പൊക്കെ ഇന്ത്യ വിദേശ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് ഗോരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇന്ത്യ യുദ്ധം ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് സ്വത്തുക്കൾ ലൂട്ട് ചെയ്യുക, അവരവരുടെ രാജ്യത്തേക്ക് പോകുക എന്നുള്ളതായിരുന്നു പ്രത്യേകത. എന്നാൽ ഈ മുഹമ്മദ് ഗോരിയുടെ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഇന്ത്യ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പാറ്റേൺ വേണേൽ പറയാം. ഇഷ്ടപ്പെടുക ഇൻ സെൻസ് ഇന്ത്യയിൽ അവർക്ക് സാമ്രാജ്യം സ്ഥാപിക്കണം, അല്ലാതെ കൊള്ളയടിച്ച് പോകണം എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കണം എന്നാഗ്രഹിച്ച വ്യക്തിയായിരുന്നു ആര്, ഈ പറയുന്ന മുഹമ്മദ് ഗോരി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ മുഹമ്മദ് ഗോരിയാണ് ആദ്യമായിട്ട് ഇന്ത്യയെ 1191 ഒന്നാമത്തെ തരൈൻ യുദ്ധത്തിൽ ആക്രമിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തരൈൻ യുദ്ധത്തിൽ ആക്രമിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഗോരി എന്ന് പറയുന്നത്. 1191 ആരെയാണ് ഇദ്ദേഹം ആക്രമിക്കുന്നത്? അതായത് ഘോരി ആക്രമിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാനെയാണ്. പൃഥ്വിരാജ്, നമുക്ക് സിനിമാ നടനെ ഓർത്താൽ മതി. പൃഥ്വിരാജ് ചൗഹാനെയാണ് ആര്, ഈ പറയുന്ന നമ്മളുടെ ഘോരി ഒന്നാമത്തെ തരൈൻ യുദ്ധത്തിൽ ആക്രമിക്കുന്നത്. മുഹമ്മദ് ഘോരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയായിരുന്നു. നമ്മളുടെ രജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആനപ്പടയും. ആനപ്പടയെ കണ്ട് സത്യം പറഞ്ഞാൽ ഘോരിയുടെ കുതിരപ്പട പകച്ചുപോയി. വളരെ മികച്ച കുതിരപ്പടയുള്ള ഒരാളായിരുന്നു മുഹമ്മദ് ഘോരി. പക്ഷേ ആന നിങ്ങൾക്കറിയാം ഭയങ്കര ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു ആനിമലാണ്. അപ്പോൾ അത്രയും നാളും ഈ അഫ്ഗാൻകാരനായ നമ്മളുടെ ഘോരിയുടെ കുതിരകൾക്ക് ആനയുമായി യുദ്ധം ചെയ്ത് അത്ര ഫെമിലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ആനപ്പടയോട്
പരാജയപ്പെടുകയായിരുന്നു മുഹമ്മദ് ഗോരി ചെയ്തത്. അതായത് നമുക്കിവിടെ നിന്ന് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ തറൈൻ യുദ്ധം ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ തറൈൻ 1191 ആണല്ലോ. ഒന്നാമത്തെ തറൈൻ യുദ്ധം 1191. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിൽ നിന്ന് വന്ന മുഹമ്മദ് ഗോരിയും രജപുത്ര രാജകുമാരനായ, അതായത് ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു റൂളർ എന്നറിയപ്പെടുന്ന നമ്മളുടെ രജപുത്ര രാജകുമാരനായ നമ്മളുടെ പൃഥ്വിരാജ് ചൗഹാനും ഇദ്ദേഹമാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. യുദ്ധത്തിൽ ആരാ ജയിച്ചത്? യുദ്ധത്തിൽ ജയിച്ചത് രജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാനാണ്. അതായത് പൃഥ്വിരാജ് ചൗഹാൻ്റെ ആനപ്പടയോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള കഴിവൊന്നും മുഹമ്മദ് ഗോരിക്ക് ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ഗോരി ആക്ച്വലി എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാതെ പിന്നോട്ട് പോകുകയും ഒളിച്ചു പോയി അദ്ദേഹത്തിൻ്റെ രാജ്യത്തോട്ട് തിരിച്ചു പോവുകയും ചെയ്യുകയായിരുന്നു നടന്നത്. ഇവിടെ വെച്ചാണ് പൃഥ്വിരാജ് ചൗഹാന് ഒരു അബദ്ധം പറ്റുന്നത്. അതായത് നമുക്കറിയാം, സാധാരണഗതിയിൽ അന്ന് കാലഘട്ടത്തിൽ രാജാക്കന്മാർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന രാജാവിനെ കൊല്ലുകയാണ് ചെയ്യാറ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്? അതായത് നാളെ ഇയാൾ എനിക്കൊരു ഭീഷണിയാവരുത് എന്നുള്ള കാര്യം ചിന്തിക്കാറുണ്ട്. എന്നാൽ പൃഥ്വിരാജ് ചൗഹാനെ സംബന്ധിച്ചിടത്തോളം, രജപുത്ര രാജകുമാരന്മാരെ സംബന്ധിച്ചിടത്തോളം, പിന്തിരിഞ്ഞു പോയ ഒരാളെ പിന്നെയും പോയി ആക്രമിച്ച് കൊല്ലുന്നത് അതത്ര ന്യായവുമല്ല, അതത്ര ധൈര്യശാലികൾ ചെയ്യുന്ന പരിപാടിയുമല്ല എന്നായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ ചിന്തിച്ചത്. ഈ ചിന്തയ്ക്ക് അദ്ദേഹം വില കൊടുക്കേണ്ടി വന്നത് തൊട്ടടുത്ത വർഷമാണ്. തൊട്ടടുത്ത വർഷം, അതായത് കാത്തിരിക്കാൻ അധികമൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷൻ ഒക്കെ എഴുതി പരാജയപ്പെടുന്ന ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇല്ല, ഈ പരിപാടി എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് അവർ അതങ്ങ് ഗിവ് അപ്പ് ചെയ്യാറുണ്ട്, അബാൻഡൺ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് എടുത്ത് നോക്കിയാൽ മതി. മുഹമ്മദ് ഗോരി ഈ പറയുന്ന ഒന്നാമത്തെ തറൈൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട് രജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാൻ്റെ ആനപ്പടയെ കണ്ടിട്ട് പേടിച്ച് പിന്നോട്ട് പോയതല്ലത്. സത്യത്തിൽ മുഹമ്മദ് ഗോരി എന്താണ് ഈ പറയുന്ന രജപുത്ര രാജകുമാരനെന്നും അദ്ദേഹത്തിൻ്റെ ആനപ്പട എന്താണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുകയായിരുന്നു അവിടെ ചെയ്തത്. നമ്മളും ഇങ്ങനെയാണ്. ഇതാണ് PYQ ചെയ്താലുള്ള ഗുണമായിട്ട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻസ് എഴുതാൻ പറയുന്നത്. അതായത് നിങ്ങൾ കിട്ടുന്ന എല്ലാ എക്സാംസും എഴുതുക. അത് നമ്മൾ ജോലിക്ക് പോകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മുഹമ്മദ് ഗോരിയെ പോലെ എക്സാം എന്താണെന്നും എക്സാമിനർ എന്തിനെയാണ് ചിന്തിക്കുന്നതെന്നും എക്സാം ഏതു സ്ഥലത്തു നിന്നാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ്. അപ്പം മുഹമ്മദ് ഗോരി അന്ന് ചെയ്തത്, ഒന്നാമത്തെ തറൈൻ യുദ്ധത്തിൽ ചെയ്തത് എന്താണ്? രജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാൻ്റെ ഈ പറയുന്ന സ്ട്രാറ്റജീസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആനപ്പടയുടെ പ്രത്യേകത. അത്രയും നാളും ആനപ്പടകളോട് യുദ്ധം ചെയ്ത് പരിചിതമല്ലാത്ത, നമ്മളെപ്പോലെ ക്വസ്റ്റ്യൻസിനെ പരിചിതമല്ലാത്ത മുഹമ്മദ് ഗോരി ആദ്യം വന്ന് പഠിച്ചത് എന്താണ് ആനപ്പടയെന്നും എന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്നും എങ്ങനെ ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്താമെന്നുള്ളത്. തൻ്റെ രണ്ടാമത്തെ ചാൻസിൽ ഒരുപാട് സമയമൊന്നും കാലങ്ങളും പോയില്ല. 1191 പൃഥ്വിരാജ് ചൗഹാൻ, രാജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോരിയെ പരാജയപ്പെടുത്തിയെങ്കിൽ തൊട്ടടുത്ത വർഷം മുഹമ്മദ് ഗോരി, തൊട്ടടുത്ത വർഷം ഒറ്റ വർഷമേ കയറിയുള്ളൂ, 1192. തൊട്ടടുത്ത വർഷം രണ്ടാമത്തെ തറൈൻ യുദ്ധം, സെക്കൻഡ് വാർ ഓഫ് തറൈൻ, രണ്ടാമത്തെ തറൈൻ യുദ്ധമാണ് നടന്നത്. രണ്ടാമത്തെ തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോരി രജപുത്ര രാജകുമാരനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത, യാഥാർത്ഥ്യം, ചരിത്രം എന്ന് പറയുന്നത് അതാണ്. ഇങ്ങനെ പാവം പിടിച്ച് നമ്മുടെ രജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെട്ടിട്ട് അന്ന് പൃഥ്വിരാജ് ചെയ്ത മണ്ടത്തരമൊന്നും ആര് ചെയ്തില്ല? മുഹമ്മദ് ഗോരി ചെയ്തില്ല. നൈസായിട്ട് മുഹമ്മദ് ഗോരി പൃഥ്വിരാജ് ചൗഹാനെ വധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നൈസായിട്ട് പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോരി വധിക്കുക കൂടി ചെയ്തു. അതോടെ 1192 രണ്ടാമത്തെ തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് ഗോരി വിജയം നേടുകയാണ്. അപ്പോൾ നമുക്കവിടെ പഠിക്കാനുള്ളത്, ഒന്നാമത്തെ തറൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോരിയും. യുദ്ധം ജയിച്ചതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജ് ചൗഹാനാണ്. യുദ്ധം പരാജയപ്പെട്ടതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഹമ്മദ് ഗോരിയാണ്. എന്നാൽ രണ്ടാമത്തെ തറൈൻ യുദ്ധത്തിൽ പങ്കെടുത്തത് സെയിം ആൾക്കാർ തന്നെയായിരുന്നു, പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോരിയും. ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് പൃഥ്വിരാജ് ചൗഹാനും, വിജയിക്കുന്നത് മുഹമ്മദ് ഗോരിയുമാണ്. അങ്ങനെ മുഹമ്മദ് ഗോരി ഈ പറയുന്ന യുദ്ധമൊക്കെ വിജയിച്ച് അവരുടെ രാജാവ്, അതായത് രജപുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ഈ പറയുന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട് മരിച്ചുപോയപ്പം ആളുകളൊക്കെ ഭയങ്കര കണ്ണുനീരാണ്.
മുഹമ്മദ് ഘോരി നോക്കുമ്പോൾ എന്തിനാണ് ആൾക്കാർക്ക് ഇത്രയും സങ്കടം? തൻ്റെ രാജാവിനോട് ഇത്രയും സ്നേഹമുള്ള മനുഷ്യരാണ്, തൻ്റെ രാജാവിനോട് ഇത്രയും പ്രിയമുള്ള മനുഷ്യരാണ് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ഘോരിക്ക് ഒരു ആഗ്രഹം, എന്നാ പിന്നെ ഇന്ത്യയെ കൊള്ളയൊന്നും അടിക്കണ്ട, ഇന്ത്യയെ ഇവിടെ നിലനിർത്തി, അതായത് ഇന്ത്യയെ തനിക്ക് ഭരിക്കാം എന്നുള്ള കാര്യം ഓർത്തു. സത്യത്തിൽ ഈ മഹാന്മാരായ ഭരണാധികാരികൾ, അതായത് അലക്സാണ്ടറിനെ പോലുള്ള ഭരണാധികാരികൾ അല്ലെങ്കിൽ മുഹമ്മദ് ഘോരിയെ പോലുള്ള ഭരണാധികാരികൾ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് രാജാവായിട്ട് ഇനി ഞാനാണെന്ന് ഭരിക്കുക എന്നുള്ളതല്ല അവർ സാധാരണഗതിയിൽ ചെയ്യുന്ന. അഡ്മിനിസ്ട്രേഷനെ വെക്കുക. ഈ അലക്സാണ്ടറൊക്കെയാണ് അഡ്മിനിസ്ട്രേഷനെ വെക്കുന്നത്. മുഹമ്മദ് ഘോരി വെക്കുന്നത് ഒരു ഗവർണറിനെയാണ്. മുഹമ്മദ് ഘോരിയുടെ ഗവർണറുടെ പേരാണ് കുതാബ്ദീൻ ഐബക് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഘോരിയുടെ ഗവർണർ. ഇത് സത്യത്തിൽ മുഹമ്മദ് ഘോരിയുടെ ഒരു അടിമയായിരുന്നു, അതായത് മുഹമ്മദ് ഘോരിയുടെ സ്ലേവ് ആയിരുന്നു. ഞാൻ ഈ പറയുന്ന ചരിത്രമൊക്കെ 1192 ചരിത്രമാണ് പറഞ്ഞത്. ഇതുവരെ ഡൽഹിയുടെ സുൽത്താനേറ്റിലേക്ക് നമ്മൾ കടക്കുന്നില്ല. സുൽത്താനേറ്റ് വരുന്നത് 1206 എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ മുഹമ്മദ് ഘോരിയുടെ കാലഘട്ടമാണ്. പക്ഷേ അവിടെ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുകൊണ്ടാണ് ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട്, അതായത് ഒരു ഗവർണറായിട്ട് കുതാബ്ദീൻ ഐബക്കിനെ ഡൽഹിയുടെ ഗവർണറൊക്കെ ആയിട്ട് ആര് നിയമിച്ചു? ഈ മുഹമ്മദ് ഘോരി നിയമിച്ചു. ഈ ഡൽഹിയാണ് സത്യത്തിൽ ഇവർ ഭരിച്ചത് കേട്ടോ. ഡൽഹിയാണ് പിടിച്ചടക്കുന്നത്. ഡൽഹിയാണ് ഡൽഹി സുൽത്താനേറ്റ് പിടിച്ചത്. അതാണല്ലോ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ രാജപുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യ മൊത്തത്തിൽ പിടിച്ചടക്കി എന്നുള്ളതല്ല. സോ ഡൽഹി പിടിച്ചടക്കിയ വ്യക്തിയാണ് ആര്? മുഹമ്മദ് ഘോരി. അദ്ദേഹത്തിൻ്റെ ഗവർണറിനെ കുതാബ്ദീൻ ഐബക്കിനെ എന്ത് ചെയ്തു? അവിടെ ഈ പറയുന്ന ഗവർണറായിട്ട് നിയമിച്ചു. അങ്ങനെ പാവം പിടിച്ച നമ്മുടെ ഘോരി മരണപ്പെട്ടു. ഘോരി മരണപ്പെട്ടോടെ കുതാബ്ദീൻ ഐബക് പറഞ്ഞു, ഇനി ഡൽഹി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്, അതുകൊണ്ട് ഡൽഹിയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് അടിമയായ ഞാനാണ്. സോ അടിമ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷാണ് നമുക്ക് സ്ലേവ് എന്നറിയപ്പെടുന്നത്, ഇതിൻ്റെ അറബിക്കാണ് മാംലൂക്ക് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഡൈനാസ്റ്റിയുടെ പേര് എന്ന് പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിനേഷൻ നമ്മളോട് ചോദിക്കും സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് ദ സ്ലേവ് ഡൈനാസ്റ്റി? സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കുതാബ്ദീൻ ഐബക്. മുഹമ്മദ് ഘോരി അല്ല, കുതാബ്ദീൻ ഐബക് ആണ് സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഭരണാധികാരി. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കുതാബ്ദീൻ ഐബക് ആണ്. സോ 1206 ആണ് എന്ത് സ്ലേവ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. എത്ര വർഷം ഉണ്ടായിരുന്നു? 1290 സ്ലേവ് ഡൈനാസ്റ്റി അവസാനിച്ചു. ഡൽഹി സുൽത്താനേറ്റ് അവസാനിച്ചില്ല, പിന്നീട് ഖിൽജി ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത MCQ സൃഷ്ടിക്കാം. ഞാൻ എങ്ങനെ MCQ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്തപ്പം ആദ്യം നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റിയിൽ നിന്നുള്ള ഏറ്റവും റിപ്പറ്റീഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് കൃത്യമായി പഠിക്കാം, എന്നിട്ട് അതിൻ്റെ ടോപ്പിക് എടുത്ത് പഠിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഡൈനാസ്റ്റിയിലേക്ക് പോകാം. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക് പഠിച്ചതിന് ശേഷം, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, സ്ലേവ് ഡൈനാസ്റ്റി നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ക്വസ്റ്റ്യൻസ് എഴുതുക. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഫൗണ്ടഡ് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയ കുതാബ്ദീൻ ഐബക്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ മനുഷ്യരെയൊക്കെ എനിക്കറിയാലോ. ഇൽത്തുമിഷ് സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഒരു ഭരണാധികാരിയാണ്. റസിയ സുൽത്താൻ ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഒരു ഭരണാധികാരിയാണ്. ബൽബൻ ഇവരെല്ലാവരും സ്ലേവ് ഡൈനാസ്റ്റിയിലെയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ നോക്കി അവർക്ക് വേറെ എത്ര ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. സെയ്ദ് ഉണ്ടായിരുന്നു, ലോധി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, ഖിൽജി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അതിലെ സുൽത്താൻമാരെ ആരെ? തുഗ്ലക് ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അതിലെ ഡൈനാസ്റ്റിയിലെ ആരെ? അല്ലെങ്കിൽ നമ്മുടെ മുഗൾ എംപയർ അക്ബർ, ഷാജഹാൻ, ബാബർ, തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ, മാർത്താണ്ഡവർമ്മ, ഇവരെ ആരെ ഉൾപ്പെടുത്തിയില്ല. അവരെന്താ ഉൾപ്പെടുത്തിയെന്ന് നോക്കിയേ. അവർ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാം ഡൽഹിയിലെ സ്ലേവ്സ് ഡൈനാസ്റ്റിയിൽ നിന്ന് തന്നെയാണ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസ് അടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഒരു രീതിയിൽ ആൻസർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സാധനം കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പം സ്ലേവ് ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് കുതാബ്ദീൻ ഐബക് എന്നറിയപ്പെടുന്ന വ്യക്തി. സോ ഹു ഫൗണ്ടഡ് ദ സ്ലേവ് ഡൈനാസ്റ്റി മീൻസ് ഇറ്റ് ഈസ് കുതാബ്ദീൻ ഐബക്. സ്ലേവ് ഡൈനാസ്റ്റിക്ക് മറ്റൊരു പേര് ഞാൻ പറഞ്ഞു തന്നിരുന്നു, യാമിനി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റിയാണ് ആണല്ലോ. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റിക്ക് മാംലൂക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. മാംലൂക്ക് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നതും സ്ലേവ് ഡൈനാസ്റ്റി തന്നെയാണ്. യാമിനി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നു, ഇൽബാരി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നു. ഇതെല്ലാം എന്താണ്? വേറെ വേറെ ഡൈനാസ്റ്റിയാണോ? അല്ല. നമുക്ക് വീട്ടിൽ വേറൊരു പേര് വിളിക്കും, നാട്ടിൽ വേറൊരു പേര് വിളിക്കും, സ്കൂളിൽ വേറൊരു പേര് വിളിക്കും. ഇതുപോലെ 1206 കുതാബ്ദീൻ ഐബക് എന്ന് പറയുന്ന ഭരണാധികാരി സ്ഥാപിച്ച വംശത്തിൻ്റെ പേരാണ് അടിമമ്മ വംശം, സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്, എൽബാരി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്, യാമിനി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്, മാംലൂക്ക് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഡൈനാസ്റ്റികളെ നമ്മൾ കൃത്യമായി പഠിക്കുന്ന പാറ്റേൺ ആണ് ഈ പറയുന്നത് ഫൗണ്ടഡ് ദ സ്ലേവ് ഡൈനാസ്റ്റി. ഹു ഈസ് നോട്ട് എ സ്ലാക്ക് ബക്ഷ്. അടിമ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഭയങ്കര ജനറസ് ആയിട്ടുള്ള, വളരെ ദാനശീലമുള്ള ഒരു നേതാവായിരുന്നു ആര്? കുതാബ്ദീൻ ഐബക് എന്ന് പറയുന്നത്. സാർ, ഈ ഐബക്കിൻ്റെ പ്രത്യേകത എന്താണെന്നോ? സുൽത്താൻ എന്ന പേര് സ്വീകരിക്കാത്ത ഡൽഹിയുടെ സുൽത്താനാണ് ഇദ്ദേഹം. അതായത് ഇദ്ദേഹം ഒരു അടിമയായതുകൊണ്ട് ഇദ്ദേഹം സുൽത്താൻ എന്ന് പറഞ്ഞ പേരൊന്നും സ്വീകരിച്ചില്ല. ബാക്കി എല്ലാവരും സുൽത്താൻമാരാണ്.
ഇനി വരാൻ പോകുന്ന ഭരണാധികാരികളെല്ലാം സുൽത്താൻമാരാണ്. ഞാൻ നേരത്തെ നിങ്ങളൊരു ഓപ്ഷൻ വായിച്ചപ്പോൾ ഞാൻ വായിച്ചത് കണ്ടായിരുന്നു, റസിയ സുൽത്താൻ എന്നാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. ബാക്കിയുള്ള ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം സുൽത്താൻമാരാണ്. എന്നാൽ വളരെ ജനറസ് ആയ, വളരെ വിശാല മനസ്സിൻ്റെ ഉടമയായ ഖുത്ബുദ്ദീൻ ഐബക്ക് എന്താണ്, അദ്ദേഹം ഒരു സുൽത്താൻ എന്ന പേര് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം എല്ലാവർക്കും ഭയങ്കര ദാനശീലനായിരുന്നു. അതുകൊണ്ട് ലാക്ക് പക്ഷ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും നമ്മളുടെ ഖുത്ബുദ്ദീൻ ഐബക്ക് തന്നെയാണ്. അപ്പോൾ ലാക്ക് പക്ഷ് എന്നറിയപ്പെടുന്ന വ്യക്തി ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ലാക്ക് പക്ഷ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. നമ്മുടെ ഐബക്ക് ഞാൻ പറഞ്ഞു 1206 ഐബക്ക് ജനിക്കുന്നത് എന്നുള്ളത്, ജനിക്കുകയല്ല, ഭരണത്തിലേക്ക് വരുന്നത്. ഒരുപാട് നാളൊന്നും പാവം പിടിച്ച മനുഷ്യന് ഭരിക്കാനൊന്നും പറ്റില്ല. 1206 മുതൽ 1210 വരെയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കളി എന്നറിയപ്പെടുന്ന കളി ഏതാ? വേഗം പറ. രാജാക്കന്മാരുടെ കളി എന്നറിയപ്പെടുന്ന കളിയാണ് പോളോ മത്സരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പോളോ മത്സരം എന്നറിയപ്പെടുന്നത് രാജാക്കന്മാരുടെ കളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്. നമുക്കിത് സ്പോർട്സിൽ നിന്ന് ഈ ചോദ്യം ചോദിക്കാറുണ്ട്, എത്ര പേരാണ് പോളോ കളിക്കുന്നത്? US പോളോയുടെ ഷർട്ടൊക്കെ ഇട്ട് നമ്മൾ 4 പേർ കളിക്കുന്ന കളിയാണ് പോളോ ആണല്ലോ. ഓക്കെ, കുതിരപ്പുറത്താണ് ഈ കളി നടക്കുന്നത്, രാജാക്കന്മാരുടെ കളിയല്ലേ. കാരണം ഇത് എന്തിനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ എക്സാമിന് നോക്കി കുതിരപ്പുറത്ത് നിന്ന് വീണ ഡൽഹിയുടെ സുൽത്താൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതും നമ്മളുടെ ഖുത്ബുദ്ദീൻ ഐബക്കാണ്. ലാക്ബക്ഷ് എന്ന അപരനാമമുള്ള ഡൽഹിയുടെ സുൽത്താൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ഖുത്ബുദ്ദീൻ ഐബക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സുൽത്താൻ എന്ന പേര് സ്വീകരിക്കാത്ത ഡൽഹിയുടെ സുൽത്താൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതും ഖുത്ബുദ്ദീൻ ഐബക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഡൽഹിയുടെ സുൽത്താൻമാരിൽ ലാക്ബക്ഷ് എന്നറിയപ്പെടുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. സുൽത്താൻ എന്ന് പറഞ്ഞ പേര് സ്വീകരിക്കാത്തത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പോളോ മത്സരത്തിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ചത് ഡൽഹിയുടെ സുൽത്താനും ഖുത്ബുദ്ദീൻ ഐബക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഖുത്ബുദ്ദീൻ ഐബക്ക് വളരെ ജനറസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. പോളോ മത്സരത്തിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഡൽഹിയുടെ സുൽത്താനാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. എന്നാൽ നിങ്ങൾ പറ, ലൈബ്രറിയുടെ സ്റ്റെപ്സിൽ നിന്ന് വീണ് മരിച്ച മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ആരാണ്? ഇത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ കാര്യമായിരുന്നു ഇപ്പോൾ പറഞ്ഞത്. ചോദ്യം മുഗൾ എംപയറിലേക്ക് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് സ്റ്റെയർ കേസിൽ നിന്ന്, ലൈബ്രറിയുടെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് മരിച്ച ഡൽഹി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി നിങ്ങൾക്കറിയാം, പേര് ഭാഗ്യവാൻ എന്നർത്ഥം വരുന്ന എന്നാൽ നിർഭാഗ്യവാനായ ഭരണാധികാരിയായ ഉമയൂണാണ് ഈ പറയുന്ന ലൈബ്രറിയുടെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് മരിക്കുന്നത്. ഖുത്ബുദ്ദീൻ ഐബക്കാണ് പോളോ മത്സരത്തിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഡൽഹിയുടെ ഭരണാധികാരി. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യത്തെ സുൽത്താൻ എന്നറിയപ്പെടുന്ന എന്നാൽ സുൽത്താൻ എന്ന പേര് സ്വീകരിക്കാത്ത, ഡൽഹി സുൽത്താനേറ്റിലെ ലാക്ബക്ഷ് എന്നറിയപ്പെടുന്ന, ഡൽഹി സുൽത്താനേറ്റിലെ നമ്മളുടെ സ്ലീവ് ഡൈനാസ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭരണാധികാരിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന വ്യക്തി. കുത്തബ് മിനാർ വാസ് കംപ്ലീറ്റഡ് ബൈ ആരാണ് കുത്തബ് മിനാർ കംപ്ലീറ്റ് ചെയ്തത്? ആദ്യത്തെ ഓപ്ഷനായിട്ട് ഐബക്ക് എന്നേക്കാണ്. നമ്മൾ കുത്തബ് പേര് കേൾക്കുമ്പോൾ കുത്തബ് എന്ന് പറയുന്നത് ഇയാളായിരിക്കുമെന്ന് വിചാരിക്കും. സത്യത്തിൽ ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. അതായത് കുത്തബ് മിനാറിൻ്റെ പണി തുടങ്ങി വെച്ചത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരല്ല കേട്ടോ അത് ചെയ്യുന്നത്. അത് ഒരു സൂഫി സന്യാസിയുടെ പേര് വെച്ചിട്ടാണ് ഈ കുത്തബ് മിനാർ എന്ന് പറയുന്ന പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുത്തബ് മിനാറിൻ്റെ പണി തുടങ്ങി വെക്കുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പക്ഷെ ചോദ്യം അതാണോ? അല്ല. ചോദ്യം കുത്തബ് മിനാർ വാസ് കംപ്ലീറ്റഡ് ബൈ ഹൂം? ആരാണ് ഈ പറയുന്ന കുത്തബ് മിനാർ കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത്? കുത്തബ് മിനാർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണത്തിന് ശേഷം പിന്നെ ആറാം ഷായുടെ ഭരണം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആറാം ഷായിൽ നിന്ന് നമുക്ക് അധികം ചോദ്യങ്ങളൊന്നും വരാറില്ല. ആറാം ഷാ കഴിഞ്ഞിട്ട് ഇൽത്തുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരി സത്യത്തിലേക്ക് വരികയാണ്. അതായത് ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് ക്വസ്റ്റ്യൻസ് കുറേ ഇൽത്തുമിഷിനെ ഫോക്കസ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ഏരിയ ഏതാണ്, ഇതിനാണ് PYQ ചെയ്യുന്നത്. അത് ഇൽത്തുമിഷിൻ്റെ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇൽത്തുമിഷ് എത്രമാത്രം പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് എന്നുള്ളത്. കുത്തബ് മിനാർ പണി കഴിയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കുത്തബ് മിനാറിൻ തുടങ്ങി വെക്കുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പക്ഷെ പണി അവസാനിപ്പിക്കുന്ന ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് ഇൽത്തുമിഷാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം കുത്തബ് മിനാറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. എന്നാൽ കുത്തബ് മിനാറിൻ്റെ പണി അവസാനിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഇൽത്തുമിഷാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. വിച്ച് റൂളർ ഇൻട്രൊഡ്യൂസ്ഡ് ദ സിൽവർ ടാങ്ക ആൻഡ് കോപ്പർ ജിട്ടാൽ? അപ്പം ഞാൻ പറഞ്ഞു, അതായത് ഡൽഹിയിലെ സുൽത്താനേറ്റിലെ ആദ്യത്തെ ഡൈനാസ്റ്റിയായ നമ്മളുടെ മാംലൂക്ക് അല്ലെങ്കിൽ ഇൽബാരി
യാമിനി ഡൈനാസ്റ്റികൾ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇൽത്തുമിഷ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പ്രധാനപ്പെട്ട ഭരണാധികാരിയായത് എന്നുള്ളത്, അതായത് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് ടാങ്ക എന്ന് പറയുന്നത്. ഈ ടാങ്ക എന്ന് തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടാങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കോയിനാണ്. ടാങ്ക എന്ന് പറയുന്നത് സിൽവർ കോയിനാണ്. സിൽവർ കോയിനാണ് ഈ ടാങ്ക എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻ്റെ പേരാണ് സിൽവർ ടാങ്ക എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു കോയിനാണ് കോപ്പർ കോയിൻ. ഇതിൻ്റെ പേരാണ് ജിട്ടാൽ. കേട്ടോ, ജിട്ടാൽ എന്ന് പറയുന്ന കോപ്പർ കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്? നമ്മളുടെ ഈ പറയുന്ന ഇൽത്തുമിഷാണ്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഡൽഹി സുൽത്താനയിലെ പ്രധാനപ്പെട്ട സുൽത്താനാണ്. 1211 സുൽത്താൻ ഭരണത്തിലേക്ക് വരുന്നത്. 10 അദ്ദേഹം മരിച്ചിട്ട് ആറാം ഷാ വരുന്നുണ്ട്. ആറാം ഷായിൽ നിന്നും അധികം ചോദ്യമൊന്നും വരാറില്ല. സോ നമ്മളുടെ ഇൽത്തുമിഷ് ഭരണത്തിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഹു ഓർഗനൈസ്ഡ് ചിഹൽഗാനി ഗ്രൂപ്പ് ഓഫ് 40. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഈ പറയുന്ന ചിഹൽഗാനി എന്ന് പറയുന്നത്. അതായത് നിങ്ങളിനി പലപ്പോഴായി ഇവരെ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ പല ചോദ്യങ്ങളിലും അല്ലെങ്കിൽ പഠിക്കുമ്പോഴും സ്ലേവ് ഡൈനാസ്റ്റിയിൽ ചിഹൽഗാനികൾക്കുടെ പ്രത്യേകത സത്യത്തിൽ ഒരു തുർക്കികളാണ്. 40 പീപ്പിൾസ്, തുർക്കികളുടെ 40 ആൾക്കാരാണ് ഈ പറയുന്ന ആര്? ചിഹൽഗാനികൾ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവർ ഭയങ്കര ശക്തിയാണ്. ഇവർക്ക് ഭയങ്കര ശക്തിയാണ് എന്ന് പറഞ്ഞാൽ ഭരണത്തിലൊക്കെ സത്യത്തിൽ ചക്രവർത്തിയേക്കാൾ കൂടുതൽ അധികാരം അവരുടെ കൈകളിലാണ് ഇരിക്കുന്നത്. ഇവർ തീരുമാനിക്കുന്നത് പോലെയാണ് സുൽത്താൻ അവിടെ ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ സുൽത്താൻ എന്ന് പറയുന്ന പാറ്റേണിലേക്ക് അവിടെ എത്തുന്നത്. ഇൽത്തുമിഷ് തുടങ്ങി വെച്ചൊരു പാറ്റേണാണ് ഹു ഓർഗനൈസ് ചിഹൽഗാനിയെ ഓർഗനൈസ് ചെയ്യുന്നത് ഇൽത്തുമിഷാണ്. ഇത് ഇൽത്തുമിഷിന് മറ്റേ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയാണ് അവിടെ കാണുന്നത്. അതായത് ഇൽത്തുമിഷ് ഇങ്ങനെ ചെയ്യുമ്പം ഇൽത്തുമിഷ് എന്ത് ബുദ്ധിമുട്ടുകളൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഭാവിയിൽ കാണും. അതായത് ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താൻ എന്ന് പറയുന്നത്. ഈ പെങ്കൊച്ച് നമ്മുടെ അടുത്ത ചോദ്യം കണ്ട റസിയ സുൽത്താൻ ഇല്ലാതെ സാധാരണഗതിയിൽ സുൽത്താനായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവത്തില്ല. കാരണം റസിയയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. എങ്ങനെയാണ് അവർ ഈ പറയുന്ന ചിഹൽഗാനികളുമായി കണക്റ്റഡ് ആകുന്നത് എന്നുള്ള കാര്യം, ആൻഡ് എന്താണ് ഇൽത്തുമിഷുമായിട്ടുള്ള അവരുടെ ബന്ധം എന്നുള്ള കോൺസെപ്റ്റ്. റസിയ സുൽത്താൻ്റെ പ്രത്യേകത നമുക്ക് എക്സാമിന് സ്ഥിരമായി റസിയ സുൽത്താനിൽ നിന്നുള്ള ചോദ്യം വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായ പെങ്കൊച്ചാരാണ് എന്ന് ചോദിക്കും. ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം ഭരണാധികാരിയായ പെൺകുട്ടി ആരാണ് എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ നമുക്ക് കേരളത്തിലൊക്കെ അറക്കൽ രാജവംശമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് എക്സാമിനേഷന് ചോദിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമായ വനിതാ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റസിയ സുൽത്താനാണ്. അപ്പം റസിയ സുൽത്താനാണ് ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം വനിതാ ഭരണാധികാരി, വിമൻ മുസ്ലിം റൂളർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട പെങ്കൊച്ചാണ് റസിയ സുൽത്താൻ. ഈ റസിയ സുൽത്താൻ ഇൽത്തുമിഷിൻ്റെ മകളാണ്. റസിയ സുൽത്താൻ എന്ന് പറയുന്നത് ഇൽത്തുമിഷിൻ്റെ മകളാണ്. ഇൽത്തുമിഷിന് പനിയൊക്കെ വന്ന് ഇൽത്തുമിഷ് മരിക്കാറായി, മരണക്കിടക്കെ കിടക്കുകയാണ് ഇൽത്തുമിഷ്. ഓക്കെ, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇൽത്തുമിഷിനാണ് ഒരുപാട് ആൺമക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംമാതിരി ആൺമക്കളുണ്ട്. ഭരണാധികാരികൾക്കൊക്കെ ഇഷ്ടംമാതിരി ആൺമക്കളാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ആൺകൊച്ചിൻ്റെ പേരായിരിക്കും എന്ത് പറയാൻ പോകുന്നതെന്ന്. എന്നാൽ ആ കാലത്ത് ഇത്രയും പ്രോഗ്രസീവായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത വ്യക്തിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകൾ റസിയ സുൽത്താനാണ് അടുത്ത ഭരണാധികാരി എന്നുള്ള കാര്യം പറഞ്ഞു. സത്യത്തിൽ ഈ ചിഹൽഗാനി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് 40 പീപ്പിൾ വാസ് ഷോക്ക്ഡ് അബൌട്ട് ദാറ്റ് ന്യൂസ്. ആ വാർത്ത കേട്ട് ഇവർ ഞെട്ടിപ്പോയി. കാരണം തുർക്കിയിലെ ഭയങ്കര പാരമ്പര്യം കാണുന്ന, തങ്ങളാണ് ഭരണം, തങ്ങളാണ് ലോകം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ചിഹൽഗാനികൾ. ഓർഗനൈസ് ചെയ്തത് ഇൽത്തുമിഷ് തന്നെയാണ്. ഓർഗനൈസ് ചെയ്ത ഇൽത്തുമിഷ് ഭസ്മാസുരന് വരം കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ഭസ്മാസുരൻ്റെ കഥയുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്. അതായത് ഭഗവാൻ ശിവനാണ് ഭസ്മാസുരന് വരം കൊടുക്കുന്നത്. ഭഗവാൻ ശിവനോട് ഭസ്മാസുരൻ വരം ചോദിക്കുകയാണ്. അതായത് തന്നെ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, തനിക്ക് ഒരാളെ ഇങ്ങനെ ഭസ്മമാക്കാനുള്ള കഴിവ് കൊടുക്കണം എന്നുള്ള കാര്യം. അതായത് താൻ ഒരാളെ നെറുകയിൽ തൊടുകയാണെങ്കിൽ ഭസ്മമാക്കാനുള്ള കഴിവ് കൊടുക്കണമെന്ന് ഭഗവാൻ ശിവനോട് ഭസ്മാസുരൻ ആവശ്യപ്പെടുകയാണ്. അപ്പം ഭസ്മാസുരൻ്റെ വരത്തിന്
ശിവൻ ഈ പറയുന്ന ചാൻസ് കൊടുക്കുകയും ഭസ്മാസുരൻ പിന്നീട് ചോദിക്കുകയാണ്, എങ്കിൽ ആദ്യം തന്നെ ഞാൻ ഭഗവാൻ ശിവനിൽ തന്നെ അത് പരീക്ഷിക്കട്ടെ എന്നുള്ളത്, അതായത് താൻ കൊടുത്ത വരം തന്നിൽ തന്നെ പരീക്ഷിക്കട്ടെ എന്ന് ചോദിക്കുന്ന ഭസ്മാസുരനെയാണ് ഭഗവാൻ ശിവനോടെ കാണുന്നത്. നമ്മളുടെ മിത്തോളജിയുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ഇതുപോലെയാണ് ഇൽത്തുമിഷിൻ്റെ അവസ്ഥ. അതായത് ഇൽത്തുമിഷ് എന്ന് പറയുന്ന ചിഹൽഗാനി ഗ്രൂപ്പ്, ഇൽത്തുമിഷ് ഓർഗനൈസ് ചെയ്ത ചിഹൽഗാനി ഗ്രൂപ്പ്, തുർക്കികളുടെ 40 ഗ്രൂപ്പ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ചിഹൽഗാനി. ച എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് കിട്ടും. ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ നമുക്ക് 40മായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും ചിഹൽഗാനി എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം ഇൽത്തുമിഷ് ഓർഗനൈസ് ചെയ്ത ഈ 40 കൂട്ടം ആൾക്കാർ ഇൽത്തുമിഷിൻ്റെ അടുത്ത പിന്തുടർച്ചാവകാശിയായിട്ട് ഇൽത്തുമിഷിൻ്റെ മകളായ റസിയ സുൽത്താനാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പം അവർക്ക് അംഗീകരിക്കാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു അത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ഈ പറയുന്ന റസിയ സുൽത്താനെ ഒരു രീതി ഭരിക്കാൻ സമ്മതിക്കാത്ത റസിയ സുൽത്താൻ, അതായത് ഇൽത്തുമിഷിൻ്റെ ആഗ്രഹപ്രകാരം റസിയ ഭരണത്തിലേക്ക് വരുമ്പം ഒരു രീതിയിൽ റസിയെ ഭരണത്തിലൊന്നും സമ്മതിക്കാത്ത, അതായത് ഇന്ന കാലത്ത് പോലും സ്ത്രീകളുടെ ഭരണം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 2025 അത് ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം 1200കളുടെ കാലഘട്ടത്തിൽ പ്രോഗ്രസീവായിട്ട് ഇൽത്തുമിഷ് തൻ്റെ മകളെ ഭരണത്തിലേക്ക്, ആൺമക്കളെ എല്ലാം പിന്തള്ളി ഭരണത്തേക്ക് കൊണ്ടുവന്നുവെങ്കിലും ഇൽത്തുമിഷ് ഓർഗനൈസ് ചെയ്ത ചിഹൽഗാനി എന്ന് പറയുന്ന ടർക്കിഷ് ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പെൺകുട്ടി തങ്ങളെ ഭരിക്കുക ഇത് അംഗീകരിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് ചിന്തിച്ച് റസിയ സുൽത്താനെ ഭരണത്തിൽ നിന്ന് തള്ളിയിടാൻ ഒരുപാട് ശ്രമിക്കുന്ന ഗ്രൂപ്പായിട്ട് ചിഹൽഗാനിയെ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹു ഓർഗനൈസ് ദ ചിഹൽഗാനി ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൽത്തുമിഷ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇൽത്തുമിഷ് ആണ് ഈ പറയുന്ന ചിഹൽഗാനി ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ ചിഹൽഗാനി ഗ്രൂപ്പാണ് പിന്നീട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ PYQ സെഷൻസിൽ ഡിസ്കസ് ചെയ്ത പാറ്റേണിൽ പ്രധാനമായും ശ്രദ്ധിച്ചത് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ഞാൻ പറഞ്ഞു 1206 മുതൽ നമുക്ക് 1526 ഈ ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്നത്. 1526 ഈ ഡൽഹി സുൽത്താനേറ്റിലെ ലോധി വംശത്തിൻ്റെ അവസാനത്തെ സുൽത്താനായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫർഗാനയിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് ബാബർ വരുന്നത്. അപ്പം മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1526 സോ ആ സമയത്താണ് ലോധി വംശത്തിൻ്റെ അവസാനത്തെ സുൽത്താനായ നമ്മളുടെ ഇബ്രാഹിം ലോധിയുടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അവസാനത്തെ ഡയനാസ്റ്റിയാണ് ഡൽഹി സുൽത്താനയിലെ അവസാനത്തെ ഡയനാസ്റ്റിയാണ് ലോധി ഡയനാസ്റ്റി. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. ആദ്യത്തെ ഡയനാസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മാംലൂക്ക് ഡയനാസ്റ്റി, അതിൻ്റെ മറ്റൊരു പേരാണ് ഇൽബാരി ഡയനാസ്റ്റി, അതിൻ്റെ മറ്റൊരു പേരാണ് യാമിനി ഡയനാസ്റ്റി, അതിൻ്റെ മറ്റൊരു പേരാണ് സ്ലീവ് ഡയനാസ്റ്റി. അപ്പോൾ 1206 സ്ലീവ് ഡയനാസ്റ്റിക്ക് മുൻപുള്ള ചരിത്രം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. അതായത് മുഹമ്മദ് ഗോരി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് വരികയും പുത്ര രാജകുമാരനായ പൃഥ്വിരാജ് ചൗഹാനെയും ആക്രമിക്കുന്നത്. സോ ഒന്നാമത്തെ തരൈൻ യുദ്ധത്തിൻ്റെ വർഷം നിങ്ങൾ ഓർത്തിരിക്കുക 1191. രണ്ടാമത്തെ തരൈൻ യുദ്ധം ജയിച്ചതാരാണ്, പരാജയപ്പെട്ടതാരാണ്, ഇതെല്ലാം നമ്മൾ കഥ പോലെ പഠിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പം മൈൻഡിലൊരു വിഷയം എന്തിനാണ് ഈ ആനപ്പടകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞ പാട്രണൈസ് ചെയ്തത് അല്ലെങ്കിൽ വിഷ്വൽ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ മൈൻഡിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ പറയുന്ന ആനപ്പടയോട് തോറ്റു പിന്മാറുന്ന മുഹമ്മദ് ഗോരിയെ, രണ്ടാമത് ആനപ്പടയെ ആക്രമിച്ച് ജയിക്കുന്ന മുഹമ്മദ് ഗോരിയും നമ്മൾ കാണുന്നുണ്ട്. സോ ഇങ്ങനെ വേണം പഠിക്കാൻ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. സോ ഡു സ്റ്റഡി. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.